ഹലോ വെൽക്കം ആൻഡ് ഗുഡ് മോർണിംഗ്. നമ്മൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ജീവിതത്തിലെ പൊതുവെ സർവ്വസാധാരണമായിട്ട് എപ്പോഴും എവിടെയും കേൾക്കാറുള്ളൊരു ടേമാണ് സ്മാർട്ട് അല്ലെങ്കിൽ സ്മാർട്ട്നെസ് എന്ന് പറഞ്ഞാൽ. സ്മാർട്ടാകുക അല്ലെങ്കിൽ സ്മാർട്ട്നെസ് വേണം എന്നൊക്കെയുള്ള പൊതുവെയുള്ള ചില ഡിമാൻഡ്സ് അല്ലെങ്കിൽ കണ്ടീഷൻസൊക്കെ നമ്മൾ എപ്പോഴും എവിടെയും നമ്മൾ കേൾക്കാറുള്ളതാണ്. നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണ് നമ്മൾ കേൾക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും, ഉപയോഗിക്കുന്ന പല ടേംസ് അല്ലെങ്കിൽ ടെർമിനോളജീസൊക്കെ തന്നെ. നമ്മൾ പല ടേംസൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ. പക്ഷേ അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ അറിവുകൾ അല്ലെങ്കിൽ കൃത്യമായിട്ട് അത് എന്താണെന്ന് അറിയാതെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതും. അതുപോലെ തന്നെ നമ്മളെ പല കോണുകളിൽ നിന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനൊരു പദപ്രയോഗം കൂടാണ് സ്മാർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയമാണ് സ്മാർട്ട്. ഇപ്പോൾ പൊതുവേ നമ്മളോട് അവൻ സ്മാർട്ടല്ല, അല്ലെങ്കിൽ അവൻ സ്മാർട്ടാണ്, അല്ലെങ്കിൽ ബി സ്മാർട്ട് എന്നൊക്കെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തിലൊരു പോരായ്മകളുണ്ട്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ നമ്മളുടെ മനസ്സിലാക്കൽ എന്ന് പറയുന്നൊരു പ്രോസസ്സ്, അതൊരു വലിയ പ്രശ്നങ്ങൾ ഒത്തിരി നമുക്ക് കൃത്യമായിട്ടുള്ള ലൈഫിൽ ഡയറക്ഷൻ തരാൻ അത് എപ്പോഴും നമ്മളെ നമുക്കൊരു ലാക്ക് ഓഫ് ഡയറക്ഷൻ അല്ലെങ്കിൽ കൃത്യമായൊരു ദിശ നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമുക്കൊരു കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഈ അവയർനെസ് ഉണ്ടാകണം. ഓക്കെ, അപ്പം സ്മാർട്ടാകുക അല്ലെങ്കിൽ സ്മാർട്ട്നെസ് നമ്മൾ അച്ചീവ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഇതൊരു മലമറിക്കുന്ന വലിയൊരു ജൈഗാൻറ്റിക്കായിട്ടുള്ള വലിയൊരു വിഷയമൊന്നുമല്ല. ഇതിനകത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു എക്സ്ട്രോഡിനറി ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ അതുപോലെ നമുക്ക് വലിയൊരു ടാസ്ക്, ഇതൊന്നും നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതല്ല. അങ്ങനെയുള്ളവർ മാത്രമേ സ്മാർട്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് സ്മാർട്ട്നെസ് അത്യാവശ്യം. അല്ലെങ്കിൽ നമ്മൾ സ്മാർട്ടായി കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ മാത്രമേ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന് ഒക്കെ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് ആണ് ഏറ്റവും തെറ്റായിട്ടുള്ളൊരു അതിൻ്റെ വശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ പൊതുവെ ജീവിതത്തിൽ അപ്പം ഈ പറഞ്ഞു വന്നത്, നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഇന്ന് നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യപ്പെടുന്ന കുറേ സക്സസ്ഫുള്ളായിട്ടുള്ള എന്ന് പറയുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ആൾക്കാരും അപ്പോൾ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ സക്സസ്ഫുൾ ആയിട്ടുള്ളൂ, അവരാണ് സ്മാർട്ട്, അപ്പം ഈ സ്മാർട്ട്നെസ് അവർക്ക് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അവരുടെ സ്മാർട്ട്നെസ് കൊണ്ടാണ് അവർക്ക് ഇത്രയും അച്ചീവ്മെൻ്റ് അല്ലെങ്കിൽ സക്സസ് ഗെയിൻ ചെയ്യാൻ സാധിച്ചത്. അത് വൺ പാർട്ട് ഓഫ് ദ ഗെയിം. അത് നമ്മളുടെ ഓവറോൾ ലൈഫിൻ്റെ ഒരു വശം മാത്രമേ ഉള്ളൂ. അത് ശരിയാണ്, അവർ സക്സസ്ഫുള്ളാണ്. കാരണം സക്സസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആയിട്ടുള്ള ചില നമുക്ക് പ്രോസസ്സുണ്ട്, അല്ലെങ്കിൽ ചില സ്റ്റെപ്സുകൾ നമുക്ക് എടുക്കണം. പൊതുവെ നമ്മൾ അത്ര ആൾക്കാർ മാത്രമല്ല സ്മാർട്ട്. നമ്മളെപ്പോലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർ ആരും സ്മാർട്ടാണ് അല്ലെങ്കിൽ സ്മാർട്ടാകണം. അപ്പോൾ എന്താണ് നമ്മൾ ഈ സ്മാർട്ടാകുക അല്ലെങ്കിൽ സ്മാർട്ട്നെസ് നമുക്ക് ഉണ്ടാകണം എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ ഇതൊരു മിനിമാലിസ്റ്റ് അപ്രോച്ചാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് വലിയ പ്രകടനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ലൈഫിൽ സിമ്പിളായിട്ട് നമ്മൾ സ്മാർട്ടാണോ അല്ലയോ എന്നറിയാൻ വേണ്ടി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാനും നമുക്ക് വ്യക്തിപരമായിട്ട് കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ വളരെ കൂടുതൽ കാര്യങ്ങളും നമ്മളുടെ കൺട്രോൾ ഇൻഫ്ലുവൻസ് ആ ഒരു മേഖലയ്ക്ക് പുറത്തായിരിക്കും. അപ്പം നമ്മൾ ഏതിലാണ് നമ്മളുടെ ശ്രദ്ധ, നമ്മളുടെ ഫോക്കസ് ഒരു വ്യക്തി എന്ന നിലയിലാണ്. ആ ഫോക്കസ് അല്ലെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ശ്രദ്ധ, അറ്റൻഷനൊക്കെ ഇതിലേത് ഭാഗത്തേക്കാണ്
എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ സ്മാർട്ടാണോ അല്ലെങ്കിൽ നമുക്ക് സ്മാർട്ട്നെസ് ഉണ്ടോ എന്നുള്ളത്. നമ്മൾ സ്മാർട്ടാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സ്മാർട്ടാകണമെങ്കിൽ നമുക്ക് ഒരു വ്യക്തി എന്ന രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമുക്ക് വ്യക്തിപരമായി സ്വാധീനിക്കാൻ കഴിയുന്നത് അത് കൂടുതൽ നമ്മുടെ വ്യക്തി ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ നമ്മളോട്ട് ഏറ്റവും അടുപ്പമുള്ള ക്ലോസ് പ്രോപ്പർട്ടിയിലുള്ള വളരെ ചുരുക്കം ആൾക്കാരുമായിട്ട് ഇപ്പോൾ നമ്മുടെ ഫാമിലിയിലെ കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഈ നിയന്ത്രിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. വെച്ചാൽ നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്നത് വെച്ചാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന, ചെയ്താൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. എന്നുവെച്ചാൽ നമ്മളുടെ പ്രവൃത്തികൾ കൊണ്ട്, നമ്മൾ ആക്ട് ചെയ്യുന്നത് കൊണ്ട് ഏതെങ്കിലും രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന മേഖലയും അതുപോലെ തന്നെ അതിന് സാധ്യമല്ലാത്ത മേഖലയാണ് നമ്മൾ ഈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനും കഴിയുന്ന കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് പേഴ്സണലായിട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബഹുഭൂരിപക്ഷം അവസ്ഥകളും ഇതിന് പുറത്താണ്. എന്നുവെച്ചാൽ നമ്മളെന്ന് പറയുന്ന വ്യക്തിക്ക് പുറത്താണ്. എന്നുവെച്ചാൽ മറ്റു മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ എന്ത് പറയണം എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം, ഡിസൈഡ് ചെയ്യാം, നമുക്ക് കൺട്രോൾ ചെയ്യാം. നമ്മൾ എന്ത് പറയണ്ട എന്നുള്ളത്, ഇല്ല നമ്മൾ എന്ത് ചിന്തിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളുടെ ഇമോഷൻസ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്താകണമെന്നുള്ളത്, അല്ലെങ്കിൽ ഇമോഷൻസ് സ്പോണ്ടേനിയസ് ഉണ്ടാകുകയാണെങ്കിൽ തന്നെ അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം. കാരണം അത് മറ്റുള്ളവർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മുടെ വാക്കുകളെ മറ്റുള്ളവർക്ക് സ്വാധീനിക്കാൻ സാധിക്കത്തില്ല, കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഇമാജിനേഷൻസ്, അല്ലെങ്കിൽ നമ്മളിൽ നിന്നുണ്ടാകുന്ന പ്രവൃത്തികൾ, ഇതൊന്നും മറ്റുള്ളവർക്ക് കൺട്രോൾ ചെയ്യാനോ സ്വാധീനിക്കാനോ കഴിയത്തില്ല ഒരിക്കലും. അതുപോലെ തിരിച്ചും നമുക്ക് മറ്റുള്ളവരുടെ വാക്കുകളെ, പ്രവൃത്തികളെ, അവരുടെ ചിന്തകളെ, അവരുടെ സങ്കല്പങ്ങളെ, അവരിൽ നിന്നുള്ള പ്രവൃത്തികൾ, നമ്മളെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ, അവർ നമ്മളെ ഏത് രീതിയിൽ ജഡ്ജ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് നമ്മളോടുള്ള സമീപനം എന്താണ്, ഇതൊന്നും നമുക്ക് തീർച്ചയായിട്ടും കൺട്രോൾ ചെയ്യാനോ ഇൻഫ്ലുവൻസ് ചെയ്യാനോ കഴിയുന്ന കാര്യങ്ങളല്ല. അത് ഉറപ്പാണ്. പക്ഷേ ഒട്ടുമിക്ക ആൾക്കാരും ഈ ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കും അവർ എപ്പോഴും ഓവർ തിങ്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ ആങ്ഷ്യസ് ആകുന്നതും. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, എന്ത് പറയും, എന്ത് വിചാരിക്കും, അവരെ നമ്മളോട് ഇങ്ങനെ ചെയ്യുമോ, ഞാനത് ചോദിച്ചാൽ തരുമോ, അല്ലെങ്കിൽ എൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് അവർക്ക് ഉയരാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നവർക്ക് ചെയ്യാൻ സാധിക്കുമോ, ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ അവർ പറയുമോ എന്നൊക്കെയുള്ള ഒത്തിരി ആങ്സൈറ്റീസ്, അല്ലെങ്കിൽ ആശങ്കകളും ടെൻഷൻസ്, ഫിയർ, ഇതൊക്കെ തന്നെ വെച്ചു പുലർത്തുന്ന ആൾക്കാരാണ് ബഹുഭൂരിപക്ഷം. അപ്പോൾ അതാണ് നമ്മൾ സ്മാർട്ട്നെസ് ഡിഫൈൻ ചെയ്യാനുള്ള ഒരു ബേസിക്കായിട്ടുള്ള ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏത് രീതിയിലുള്ള നമ്മളുടെ ചോയ്സ് എന്താണ് എന്നുവെച്ചാൽ നമുക്ക് കൺട്രോൾ ചെയ്യാനും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനും കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ചാണോ നമ്മൾ ബോധേഡാകുന്നത്, അതല്ല മറിച്ച് ഈ പറഞ്ഞ നമ്മുടെ സ്വാധീന വലയത്തിന് വെളിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ നിയന്ത്രണ വലയത്തിന് വെളിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടാകുന്നുണ്ടോ, ബോധേഡാകുന്നുണ്ടോ, അതിനെക്കുറിച്ച് നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ. അപ്പോൾ അത് നമുക്ക് എന്തായാലും നമ്മളുടെ ഇഷ്ടം അനുസരിച്ച്, നമ്മുടെ താല്പര്യം അനുസരിച്ച്, നമ്മുടെ സൗകര്യം അനുസരിച്ച് അതൊന്നും നമുക്ക് ഈ നമ്മുടെ പരിധിയിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ നമ്മുടെ പ്രതീക്ഷയ്ക്ക് ലംഘനങ്ങളുണ്ടാകും. നമ്മുടെ വിശ്വാസം, നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ട്രസ്റ്റ്, നമുക്ക് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേറൊരാളെ വിശ്വസിക്കുന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ, നമ്മൾ വിചാരിക്കുന്ന പോലെ ചെയ്യും, പറയും, നിലനിൽക്കും, നിലകൊള്ളും എന്നൊക്കെയുള്ളൊരു നമ്മളിലുള്ളൊരു സങ്കല്പമാണ് ശരിക്കും ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ആ വ്യക്തിയെ മറ്റൊരു ഡിഫറൻ്റായിട്ടുള്ള യുണീക്കായിട്ടുള്ള പേഴ്സൺ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊക്കെ നമുക്ക് സങ്കല്പിക്കാനോ പ്രതീക്ഷിക്കാനോ മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മളുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് ആ വ്യക്തി പറയുകയോ ചെയ്യുകയോ ആക്ട് ചെയ്യുകയോ റിയാക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയും വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷേ വിശ്വാസം നഷ്ടപ്പെട്ടു, വിശ്വാസം വയലേറ്റ് ചെയ്തെന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇതൊന്നും നമ്മളുടെ മറ്റൊരു വ്യക്തി എന്താണോ, എങ്ങനെയാണോ, അല്ലെങ്കിൽ എന്ത് പറയണം, അല്ലെങ്കിൽ എന്ത് ചിന്തിക്കും, എന്ത് പ്രവർത്തിക്കും എന്നുള്ളത് നമ്മളുടെ സ്വാധീനത്തിലല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള വളരെ ക്ലിയർ എക്സാമ്പിളാണ്. അപ്പോൾ അങ്ങനെയുള്ള
ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ നമ്മൾ ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ അമിതമായി ട്രസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അത് പ്രാക്ടിക്കലല്ല, ലോജിക്കലല്ല. കാരണം വ്യക്തികൾ ഏത് സമയവും നമ്മളല്ലാത്തത് കൊണ്ട് അവർക്ക് അവരുടെ ഇഷ്ടമനുസരിച്ച് അവർക്ക് മൂവ് ചെയ്യുകയും മനൂവർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ലോജിക്കൽ അല്ലെങ്കിൽ റീസണബിളായിട്ടുള്ള നമ്മളുടെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു സ്റ്റാൻഡല്ല. അപ്പോൾ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ മറ്റുള്ളവരെ അമിതമായി വിശ്വസിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അമിത പ്രതീക്ഷകൾ വെച്ച് പുലർത്തുകയോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വിശ്വാസത്തിന് ലംഘനം ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ളവരല്ല ശരിക്കും പറഞ്ഞാൽ വയലേറ്റ് ചെയ്തത്, നമ്മൾ തന്നെയാണ് വയലേറ്റ് ചെയ്തത്. അന്നേരം നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആകും, നമ്മൾ പിന്നെ ദുഃഖങ്ങളുണ്ടാകും, ഈ നിരാശകളുണ്ടാകും, പലരെ അത് ഡിപ്രഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുപോകും. അന്നേരം നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുക എന്നുള്ളത് ഒരു ബ്ലെയിമിങ് ഗെയിമിൽ നമ്മൾ ഏർപ്പെടും പെട്ടെന്ന് തന്നെ. ഞാൻ അവനെ വിശ്വസിച്ചാണ്, അവൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ്. മറിച്ച് തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ വിഷയമല്ല. കാരണം ആ വ്യക്തിയുടെ സൗകര്യം അനുസരിച്ച് ജീവിക്കാനും അല്ലെങ്കിൽ ആക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ അവരിൽ അമിതമായി പ്രതീക്ഷിച്ചതുകൊണ്ട് വിശ്വസിച്ചതുകൊണ്ടാണ് ആ വിഷയം ഉണ്ടായത്. കാരണം നമ്മുടെ സൗകര്യം അനുസരിച്ച് ജീവിക്കാനല്ല മറ്റുള്ളവരെന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അപ്പോൾ അങ്ങനെയുള്ള തിരിച്ചറിവ് ഇല്ലാത്തത് കൊണ്ട് അമിതമായി മറ്റൊരു വ്യക്തിയിൽ ട്രസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്കിതുപോലുള്ള ഈ വിഷയങ്ങളുണ്ടാകുന്നത്. അപ്പോൾ അത് നമ്മളുടെ സ്വാധീനത്തിലോ നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല. മറ്റുള്ളവരുടെ ജീവിതവും അവരുടെ ജീവിത രീതികളൊക്കെ തന്നെ അവരെങ്ങനെ ആക്ട് ചെയ്യുന്നു, റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മളുടെ സ്വാധീനത്തിലല്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു സെറ്റ് ബാക്ക്, തിരിച്ചടി നമുക്ക് ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പോൾ ഇതാണ് ഒട്ടുമിക്ക മനുഷ്യരുടെയും കാര്യത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ സ്മാർട്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് വിവേചിച്ചറിയാനുള്ള ഒരു ബുദ്ധി, അതെ, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന, നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്നതും നമുക്ക് നിയന്ത്രിക്കാനും സ്വാധീനിക്കാനും കഴിയാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ കൃത്യമായുള്ള വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ള നമ്മളുടെ ആ ഒരു എബിലിറ്റിയാണ്. അതൊരു സ്കില്ലാണ്. നമുക്ക് ആക്ച്വലി അത് സ്കിൽ ടു ബി ഡെവലപ്ഡ് ആണ്. ഒരു ഡെവലപ്പ് ചെയ്യേണ്ട നമുക്കൊരു സ്കില്ലാണ്. പൊതുവേ നമ്മുടെ മനുഷ്യരുടെ ഇതെല്ലാം സ്കില്ലായിട്ട് നമുക്ക് കരുതണം. ആ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ അങ്ങനെയുള്ള നമ്മളുടെ ആ ഒരു ബുദ്ധി അല്ലെങ്കിൽ വിവേകത്തിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്മാർട്ടാണെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്നും ഡിസപ്പോയിൻ്റ് ആയിട്ടുള്ള ലൈഫായിരിക്കും, ഡിപ്രസ്ഡ് ആയിട്ടുള്ള ലൈഫായിരിക്കും. നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കത്തില്ല. നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ എക്സ്ക്യൂസസ് ആയിരിക്കും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതിന് പകരം നമ്മൾ ട്രസ്റ്റ് ചെയ്യുക. നമ്മൾക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് നമ്മൾ അതിനകത്തിൽ ഫോക്കസ് ചെയ്യുക. എന്നുവെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന പ്രവൃത്തികൾ നമ്മളിൽ നിന്നുണ്ടാകണം. അതിന് നമ്മൾ തീർച്ചയായിട്ടും ഡെഡിക്കേറ്റഡ് ആകുക, കമ്മിറ്റഡ് ആകുക. മറ്റുള്ളവർ അതിനെക്കുറിച്ച്, എന്നുവെച്ചാൽ മറ്റുള്ളവരുടെ ജീവിതത്തെ ദോഷമായി ബാധിക്കുന്ന കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ഒരു ഇതിലല്ല, നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് പറയുന്നത്. മറ്റുള്ളവരുടെ ലൈഫിനെ മോശമായി ബാധിക്കാത്ത പ്രവൃത്തികളും അറ്റ് ദ സെയിം ടൈം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാക്കാൻ കഴിയുന്ന മാറ്റങ്ങൾക്ക് നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്താലേ പറ്റത്തുള്ളൂ. നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന നമ്മളുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ ഇമോഷണൽ റിയാക്ഷൻസ്, പിന്നെ ഇതൊക്കെ തന്നെ ആയിരിക്കണം നമ്മളുടെ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിനകത്തിൽ നമുക്ക് വേണ്ട ചേഞ്ചസ്, ഇമ്പ്രൂവ്മെൻറ്റ്സ്, മാറ്റങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ പിന്നെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്വം. അതിന് പകരം നമ്മൾ മറ്റുള്ളവരെ നന്നാക്കാൻ പോവുകയോ മറ്റുള്ളവരെ ഇങ്ങനെ ജീവിക്കണം, ബന്ധം പിടിക്കാൻ, അങ്ങനെ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനായി എന്ന് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ അമിതമായി പ്രതീക്ഷ അർപ്പിക്കുകയോ മറ്റുള്ളവരെ നമ്മൾ അമിതമായി വിശ്വസിക്കുക, അമിതമായിട്ടൊന്നല്ല, നമ്മൾ മറ്റുള്ളവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റ് ഇൻ വൺ സെൽഫ് അല്ലെങ്കിൽ ട്രസ്റ്റ് ഇൻ അവർ സെൽഫ് ആണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. നമുക്ക് നമ്മളിൽ വിശ്വാസം അർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മൾ മറ്റുള്ളവരുടെ വിശ്വാസം അർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സീറോ സം ഗെയിമാണ്. അത് നമുക്കറിയത്തില്ല, ഏത് സമയവും നമുക്ക് അതിൻ്റെ എന്താണത് ഈ ബ്ലോ ബാക്ക് ഉണ്ടാകാം.
സെറ്റ് ബാക്ക് നമുക്കുണ്ടാകും തീർച്ചയായിട്ടും. അതുകൊണ്ട് അതിന് നമ്മൾ പോകാതിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അത് നമ്മൾ ഡിസപ്പോയിൻ്റ് ആകാനുള്ള സാധ്യതയുള്ള കൂടുതലാണ്. നമ്മൾക്ക് ആവശ്യം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണെങ്കിൽ നമ്മൾ ചെയ്യുക, എന്നിട്ട് നമ്മളതിനെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക. ആവശ്യം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണെങ്കിൽ നമ്മളിൽ നിന്നുണ്ടാകേണ്ട ഒരു ആക്ട് അല്ലെങ്കിൽ ആക്ടിവിറ്റി ആണെങ്കിൽ നമ്മൾ തീർച്ചയായും ഉത്തരവാദിത്വമാണെങ്കിൽ നമ്മൾ നിർവഹിക്കുക. ദെൻ കീപ് സൈലൻസ്, ദാറ്റ്സ് ഓൾ. മറ്റുള്ളവർ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു, എന്ത് പറയാതിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം നമ്മളെക്കുറിച്ച് എന്താണ്, അവർ നമ്മളെ എങ്ങനെ ജഡ്ജ് ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്താൽ അവരെന്തായിരിക്കും വിചാരിക്കുന്നത്, പറയുന്നത്, അവരിഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടാതിരിക്കുമോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഒട്ടുമിക്ക മനുഷ്യരും ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധഡാകുന്നുണ്ടാണ് ലൈഫിന് ക്വാളിറ്റി ഇല്ലാത്തതും ലൈഫിന് ശരിക്കും പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് എന്ന് നമ്മൾ പറയുന്നത് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ സ്മാർട്ട്നെസ്സും തന്നെ തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ സ്മാർട്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന, നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ ഫോക്കസ്ഡ് ആകുക. അതിന് വെളിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധഡാകാതിരിക്കുക, കൺസേൺഡ് ആകാതിരിക്കുക. കാരണം അത് നമ്മുടെ ഒരു രീതിയിലുള്ള റിസൾട്ടും നമുക്ക് നെഗറ്റീവായിട്ടല്ലാത്ത അല്ലെങ്കിൽ കൗണ്ടർ പ്രൊഡക്റ്റീവ് അല്ലാത്ത റിസൾട്ടുകളൊന്നും തന്നെ ഈ പറഞ്ഞ വശം നമുക്ക് നൽകത്തില്ല. അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള, പ്രൊഡക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ പ്രോഗ്രസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ ഫോക്കസ്ഡ് ഓൺ ഏരിയാസ്, ഫോക്കസ്ഡ് ഓൺ തിങ്സ് എന്ന് നമ്മൾ പറയത്തില്ലേ. അപ്പോൾ അതിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതിനകത്തിലെ വശം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അപ്പോഴാണ് നമ്മൾ സ്മാർട്ടാണോ സ്മാർട്ട് അല്ലയോ എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതൊരു ഡിറ്റർമിനൻറ്റ് ഫാക്ടർ അതാണ്. നമ്മൾ സ്മാർട്ടാണോ അല്ലെങ്കിൽ സ്മാർട്ട് അല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നമുക്ക് ഈ ഒരു ഡിസ്ക്രിമിനേറ്റീവ് പവർ ഉണ്ടോ എന്നുള്ളതാണ്. അതാണ് നമ്മളുടെ വിസ്റ്റവും അതാണ് നമ്മുടെ ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സ്മാർട്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ എല്ലായിടും കാണുന്ന ഉള്ള ജഗപൊക അല്ലെങ്കിൽ മറ്റേ ചില ഗിമിക്സ്, ഷോ ഓഫ് ഒന്നുമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞൊരു മിനിമാലിസ്റ്റ് അപ്രോച്ചാണ്. അതിനകത്ത് വലിയ ഫാഷൻ പരേഡിൻ്റെയോ ഫാഷൻ ഷോയുടെയോ അല്ലെങ്കിൽ ഷോ ഓഫിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് എന്ത് എങ്ങനെയായിരിക്കണം നമ്മുടെ ആക്ഷൻ, റിയാക്ഷൻ. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് കൺട്രോൾ ചെയ്യുകയും അതിനെ റെഗുലേറ്റ് ചെയ്യേണ്ടത് റെഗുലേറ്റ് ചെയ്യുകയും അതിൻ്റെ റീസണബിളായിട്ടുള്ള ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും നമ്മളതിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന നമ്മളുടെ ആ ഒരു സ്കില്ലിനെയാണ്, എബിലിറ്റിയാണ് നമ്മുടെ സ്മാർട്ട്നെസ് എന്ന് പറയുന്നത്. അല്ല മറ്റുള്ള കാര്യങ്ങളിൽ, മനസ്സിലായല്ലോ, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ച് മറ്റുള്ളവരെന്ത് ചെയ്യുന്നു, മറ്റുള്ളവരുടെ പ്രവൃത്തികൾ നമ്മുടെ ലൈഫിനെ ബാധിക്കാതിരിക്കാനുള്ളൊരു ഫയർവാൾ നമ്മളെപ്പോഴും, ഒരു പ്രൊട്ടക്റ്റീവ് ഗാർഡ് നമുക്ക് എപ്പോഴും ഉണ്ടാകണം തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് സ്മാർട്ട്നെസ് എന്ന് പറയുന്നത്. അല്ല നമ്മളിന്ന് പൊതുവേ നമ്മളോട് പറയപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് കാണിച്ചു തരുന്ന ഒരു ജീവിത രീതിയല്ല സ്മാർട്ടാകുക അല്ലെങ്കിൽ സ്മാർട്ട്നെസ് അച്ചീവ് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.